സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകൾ. റോഡ് അപകടത്തെ തുടർന്നാണ് 10 മാസം പ്രായമുള്ള കുഞ്ഞിന് മസ്തിഷ്ക മരണം സംഭവിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അല്പസമയത്തിനകം കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും. കുഞ്ഞിന്റെ 2 വൃക്കകൾ തിരുവനന്തപുരം SAT ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വാർഡിൽ ചികിത്സയിലുള്ള കുട്ടിക്കാണ് നൽകുക. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനാണ് ചേരുന്നത്. ജിജീഷ്, അവിടെ നിന്ന് കുഞ്ഞ് ആലിന് ഔദ്യോഗികമായ ഒരു വിടവാങ്ങൽ ആശുപത്രിയിൽ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ ഈ അവയവ ദാനത്തിനായുള്ള ആംബുലൻസ് അമൃതയിൽ നിന്നും പുറപ്പെടാറായോ? വിവരങ്ങൾ എന്തെല്ലാമാണ്? നീലിമ, അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ആംബുലൻസ് പുറപ്പെടും. ശസ്ത്രക്രിയകളെല്ലാം തന്നെ പൂർത്തിയായി. അവയവങ്ങൾ അല്പസമയത്തിനകം തന്നെ ആംബുലൻസിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. 4 പേർക്കാണ് കുഞ്ഞിൻ്റെ അവയവങ്ങൾ അത് പുനർജീവൻ നൽകുകയും ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ഈ കുഞ്ഞിൻ്റെ അവസാനമായി കാണുന്നതിനും അല്ലെങ്കിൽ കുഞ്ഞിനെ ഒരു നോക്ക് കാണുന്നതിനും എല്ലാം തന്നെ കുഞ്ഞിൻ്റെ അല്പസമയത്തിനകം കുഞ്ഞിൻ്റെ ശരീരവും പുറത്തേക്ക് കൊണ്ടുവരും. ഈ ഒരു അമൃത ആശുപത്രിയുടെ പരിസരത്തെല്ലാം തന്നെ വലിയ വിഭാഗം ആളുകൾ അവിടെ കാത്തു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അവരെല്ലാം സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും ചെറിയ പ്രായത്തിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നിരവധി അവയവദാനങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടിട്ടുണ്ട്. എങ്കിൽ ഇത്ര കുറഞ്ഞ പ്രായത്തിൽ 10 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ആലിൻ ഷെറിൻ അബ്രഹാം, കുഞ്ഞിൻ്റെ അവയവങ്ങളാണ് 4 പേർക്ക് പുതുജീവൻ നൽകുന്നത്. തികച്ചും ആകസ്മികമായ ഒരു അപകടം. ആ അപകടത്തിലാണ് കുഞ്ഞിൻ്റെ ഈ ഒരു മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആലിനും അമ്മയും സഞ്ചരിച്ചിരുന്ന വാഹനം അത് അപകടത്തിൽപ്പെടുകയായിരുന്നു. എതിരെ വന്ന വാഹനം ഇടിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി 5 ഉച്ചയ്ക്ക് 2:30 ഈ ഒരു അപകടം നടന്നത്. കുഞ്ഞിനെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആ നിമിഷം മുതൽ തന്നെ വിവിധ ആശുപത്രികളിലായി നടത്തുകയായിരുന്നു. ആദ്യം കുഞ്ഞിൻ്റെ ചങ്ങനാശ്ശേരിയിലും പിന്നീട് തിരുവല്ലയിലുള്ള ആശുപത്രിയിലും എല്ലാം തന്നെ എത്തിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായിട്ടാണ് ഈ കഴിഞ്ഞ 6-ാം തീയതി കുഞ്ഞിനെ അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അവിടെയും വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരമാവധി ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നുവെങ്കിലും അതെല്ലാം തന്നെ വിഫലമാക്കിക്കൊണ്ടാണ് കുഞ്ഞു ജീവൻ നഷ്ടപ്പെട്ടത്. മസ്തിഷ്ക മരണം കുഞ്ഞിന് സംഭവിക്കുകയും ചെയ്തത്. മസ്തിഷ്ക മരണം സംഭവിച്ചപ്പോൾ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ, കുഞ്ഞിൻ്റെ പിതാവ് ഈ ഒരു അവയവദാനത്തിന് തയ്യാറായി മുന്നോട്ട് വരികയായിരുന്നു. തൻ്റെ കുഞ്ഞിലൂടെ കുറച്ച് പേർക്കെങ്കിലും പുതുജീവൻ നൽകാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഒരു നന്മയെന്നും ആ കുഞ്ഞിൻ്റെ ഓർമ്മകൾ അതിലൂടെ എന്നും നിലനിൽക്കുമെന്നും മനസ്സിലാക്കിയാണ് അച്ഛൻ അവയവദാനത്തിന് തയ്യാറാവുകയും ചെയ്തത്. അങ്ങനെ 4 അവയവങ്ങൾ, അത് സർക്കാരിൻ്റെ സംവിധാനമായ കേസ് ഓട്ടോ വഴി അവയവദാന പ്രക്രിയകളെല്ലാം തന്നെ ഏകോപിപ്പിക്കപ്പെട്ടു. ആലിൻ ദാനം ചെയ്യുന്ന ഹൃദയവാൽവ് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും ഒപ്പം തന്നെ കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും കിഡ്നി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുമാണ് എത്തിക്കുന്നത്. കൂടാതെ കുട്ടിയുടെ കണ്ണുകൾ നേത്ര ബാങ്കിന് കൈമാറുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇതിനായി സജ്ജമാക്കിയിരിക്കുന്ന ആംബുലൻസ് ഇപ്പോൾ അമൃത ആശുപത്രിക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കുഞ്ഞിൻ്റെ അവയവങ്ങളുമായി അമൃത ആശുപത്രിയിൽ നിന്നും ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും. അവിടെയാണ് ഈ അവയവങ്ങളെല്ലാം തന്നെ ദാനം ചെയ്യുന്നത്. വിവിധ ആശുപത്രികളിലായി അവയവങ്ങളെല്ലാം ദാനം ചെയ്യുന്നത്. 3 മണിക്കൂർ നേരമെങ്കിലും കൊണ്ട് പരമാവധി വേഗത്തിൽ തിരുവനന്തപുരത്തേക്ക് അവയവങ്ങൾ എത്തിക്കാൻ കഴിയും. അത് മറ്റൊരാളിൽ ജീവൻ തുടിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ ആംബുലൻസ് ഡ്രൈവർ അടക്കം നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് പരമാവധി വേഗത്തിൽ, കാരണം പോലീസിൻ്റെ സഹായമുണ്ട്, മാത്രമല്ല മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളനുസരിച്ച് നാട്ടുകാരും എല്ലാം തന്നെ ഈ ഒരു ഉദ്യമത്തിൽ അവയവങ്ങളുമായി പോകുന്ന ആംബുലൻസിന് വഴിയൊരുക്കാനെല്ലാം സഹായങ്ങളുമായി ഉണ്ടാകും. അവരുടെ എല്ലാം തന്നെ ഒരു സഹകരണം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കാൻ കഴിയും അവയവങ്ങൾ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 3 മണിക്കൂർ നേരം കൊണ്ട് അവയവം തിരുവനന്തപുരത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന കാര്യം തന്നെയാണ് ആംബുലൻസ് ഡ്രൈവർ അടക്കം സൂചിപ്പിക്കുകയും ചെയ്തത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇത്രയും ചെറിയ ഒരു കുഞ്ഞു പ്രായത്തിൽ ആ കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നു എന്നത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ആ അവയവങ്ങൾ, കാരണം കുഞ്ഞിൻ്റെ അവയവങ്ങൾക്ക് തുല്യമായ നിരവധി ജീവനുകൾ അവർക്കെല്ലാം
എല്ലാം പുതുജീവൻ നൽകാൻ കഴിയുന്ന ഒരു അവസരം ആണ് അതിലൂടെ. കാരണം ഈ ഒരു ദാരുണമായ ആ മരണത്തിനിടയിൽ, മസ്തിഷ്ക മരണത്തിനിടയിലും ആ കുഞ്ഞിൻ്റെ പിതാവ് ചിന്തിച്ചത് അതിലൂടെ പുതുജീവൻ നൽകാൻ കഴിയുമോ എന്നത് തന്നെയാണ്. തിരുവനന്തപുരത്തേക്ക് ഈ റൂട്ട് അടക്കം ക്ലിയർ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ മേഖലകളിലും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അമൃതയിൽ നിന്ന് കുന്നുംപുറം, ഇടപ്പള്ളി, വൈറ്റില വഴി കുണ്ടന്നൂരിലേക്കും, അവിടെ നിന്ന് ബൈപ്പാസ് വഴി തൃപ്പൂണിത്തുറ, കോട്ടയം വഴി തിരുവനന്തപുരത്തേക്കുമായിരിക്കും അവയവങ്ങൾ എത്തിക്കുക എന്നാണ് ഇപ്പോൾ റൂട്ട് ഈ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ എല്ലാം തന്നെ, വാഹനയാത്രക്കാരും എല്ലാം ഈ ഒരു സമയം അതിനോട് സഹകരിക്കും. ആംബുലൻസ് അതിവേഗത്തിൽ തന്നെ തിരുവനന്തപുരത്ത് എത്തിക്കാൻ വേണ്ട സഹായങ്ങളെല്ലാം തന്നെ, അതിനുള്ള സഹകരണമെല്ലാം തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. കാരണം മുമ്പെല്ലാം ഇത്തരം സാഹചര്യങ്ങളിൽ കേരളം ഒത്തൊരുമിച്ച് ഈ ഒരു പ്രക്രിയയുടെ ഒരു സന്നദ്ധ സേവനത്തിൻ്റെ ഭാഗമായി മാറിയിരുന്നു. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കേരളം ഒത്തൊരുമിച്ച് നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അതൊരിക്കൽ കൂടി ആവർത്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാൻ കഴിയുക. ആംബുലൻസിൻ്റെ നമ്പർ ഉൾപ്പെടെ നേരത്തെ നൽകിയിരുന്നു. KL7 DF 3177 നമ്പർ ആംബുലൻസ്. ആ ആംബുലൻസ് കടന്നു പോകുന്ന വഴികളിലെല്ലാം പരമാവധി ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കി കൊടുത്തുകൊണ്ട് അതിവേഗത്തിൽ 3 മണിക്കൂർ കൊണ്ട് തന്നെ, ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞതുപോലെ തന്നെ 3 മണിക്കൂർ കൊണ്ട് തന്നെ അവയവങ്ങൾ അവിടെ എത്തിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരു ഭാഗത്ത് പോലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപകടത്തിൽ, കാരണം കുഞ്ഞ് അത്യാസന്ന നിലയിലാണ്, അത് മസ്തിഷ്ക മരണം സംഭവിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയും ചെയ്തു. അതിനു മുമ്പ് രക്ഷിതാക്കളെടുത്ത തീരുമാനം അത്ര വലിയ മഹത്തായ ഒരു തീരുമാനം തന്നെയാണ്. ആ കുഞ്ഞാലിൻ മാതൃകയാകും. കരളുലയുന്ന വേദനയിലാണ് ആ മല്ലപ്പള്ളി സ്വദേശി ഷെറിനും കൂടി ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത്. കരളിന്റെ കരളായ കുഞ്ഞിനെയാണ് നഷ്ടപ്പെട്ടത്. ആ കരൾ സ്വീകരിക്കാൻ പോകുന്നത്, അതിലും ഒരു ചരിത്രമുണ്ട് അശ്വതി. ആ കരൾ സ്വീകരിക്കുന്നത് ഈ കരൾ മാറ്റ ശസ്ത്രക്രിയയിലൂടെ, അവയവദാനത്തിലൂടെ ഏറ്റവും ചെറിയ പ്രായത്തിൽ ചെറിയ ദാതാവാകുന്ന കുഞ്ഞാണ്. 6 മാസം പ്രായമാണ് കിംസ് ആശുപത്രിയിലുള്ളത്. അപ്പോൾ 10 മാസം പ്രായമായ ആലിൻ്റെ കരൾ നൽകാൻ പോകുന്നത് 6 മാസം പ്രായമായ കുഞ്ഞിനാണ്. അതുകൂടി ഒരു ചരിത്രമാണ് ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട്. തീർച്ചയായും ജിജീഷ്, ഈ അവയവങ്ങൾ സ്വീകരിക്കുന്നവരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ഈ ഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായി തുടങ്ങിയോ? നമുക്ക് വീണയിലേക്ക് പോകാം. വീണ, നീലിമ സൂചിപ്പിച്ചതുപോലെ വലിയൊരു മാതൃക ആയിക്കൊണ്ടാണ് കുഞ്ഞാലിൻ മടങ്ങുന്നത്. കുഞ്ഞാലിൻ തൻ്റെ മരണത്തിലൂടെ ഒരുപാട് പേർക്കിടയിൽ ജീവിക്കും. കാരണം വലിയൊരു സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ആ കുഞ്ഞാലിൻ മടങ്ങുന്നത്. എന്തായാലും ഒരുപാട് പേർക്കാണ് ഈ കുഞ്ഞ് പുതുജീവൻ നൽകുന്നത്. അവരുടെ മെഡിക്കൽ കോളേജിലേക്കും തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും ശ്രീചിത്രയിലേക്കുമാണ് അവളുടെ അവയവങ്ങൾ എത്തിക്കുന്നത്. തീർച്ചയായും എങ്ങനെയാണ് ഈ ആശുപത്രികളിലെയൊക്കെ തയ്യാറെടുപ്പുകൾ? നീലിമ, അശ്വതി, ഇതുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം സജ്ജമാണ്. ഡോക്ടർമാരുടെ സംഘം അവയവങ്ങൾ എത്തുന്നത് മുറയ്ക്ക് അത് സംബന്ധിച്ചുള്ള ശസ്ത്രക്രിയകൾ തന്നെ ആരംഭിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 10 മണിയോടുകൂടി അവിടെ കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്ന 3 മണിക്കൂർ സമയപരിധിയാണ്. വരുന്ന റൂട്ടുകളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ 3 മണിക്കൂർ കൊണ്ട് തന്നെ തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലാണ് ആദ്യം അവയവങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തുക. ആ ആംബുലൻസ് എത്തിയതിനു ശേഷം അവിടെ നിന്നാണ് ആദ്യം കിംസ് ആശുപത്രിയിലെ ശസ്ത്രക്രിയ നടക്കും. തുടർന്ന് അവിടുത്തെ അവയവം അങ്ങോട്ടേക്ക് നൽകിയതിനു ശേഷം ബാക്കിയുള്ള അവയവങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കായിരിക്കും തുടർന്ന് എത്തിക്കുക എന്നതാണ് കേരളത്തിൽ. ഇപ്പോൾ കുഞ്ഞാലിന്റെ അവയവങ്ങളാണ് ചേരുന്നുണ്ട്. കുഞ്ഞാളിന്റെ അവയവങ്ങൾ അവിടെ നിന്നും കിംസ് അമൃത ആശുപത്രിയിൽ നിന്നും മാറ്റുന്നുണ്ട്. എപ്പോഴാകും യാത്ര? വിവരങ്ങൾ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ, അവയവങ്ങൾ ആംബുലൻസിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ 7 മണി കഴിഞ്ഞു, 12 മിനിറ്റ് ആയിരിക്കുന്നു. പരമാവധി വേഗത്തിൽ, അതായത് പരമാവധി വേഗത്തിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുക. കാരണം അത്ര പരിചയസമ്പന്നനായ ആ ഒരു ആംബുലൻസ് ഡ്രൈവർ തന്നെയാണ്. ഇപ്പോൾ അവയവങ്ങളെല്ലാം തന്നെ ആംബുലൻസിലേക്ക് മാറ്റി വിദഗ്ധ ഡോക്ടർമാർ അടങ്ങുന്ന സംഘം ഈ ഒരു ആംബുലൻസിലുണ്ട്. കോ ഡ്രൈവർമാർ അടക്കം മറ്റ് ആളുകളുമെല്ലാം ഈ ഒരു ആംബുലൻസിൽ ഉണ്ട്. എല്ലാവരും ഇപ്പോൾ ആംബുലൻസിൽ ഉള്ളിലേക്ക്
കയറിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ ആംബുലൻസ് ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും. പോകുന്ന വഴികളിലെല്ലാം തന്നെ റൂട്ടുകൾ പൂർണ്ണമായും തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരു തടസ്സവും ആംബുലൻസിന് ഇല്ലാത്ത വിധത്തിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഗതാഗത പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വിധം ആംബുലൻസിന് കടന്നു പോകാൻ കഴിയുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങളെല്ലാം. ആംബുലൻസ് ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. ആ കാഴ്ചകൾ കാണുകയാണ് നമ്മൾ ഒരു കാണുന്നത്. അത്തരത്തിൽ ഒരു കൂട്ടായ ഒരു ജീവൻ ജീവിക്കാൻ വേണ്ടി വിലപ്പെട്ട ഒരു ജീവൻ നഷ്ടപ്പെട്ടു. വിലപ്പെട്ട ജീവനുകൾ കുഞ്ഞിന്റെ പ്രധാനമായും നമുക്ക് പറയാൻ കഴിയുന്നത്. ആംബുലൻസ് ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു. 3 മണിക്കൂർ കൊണ്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഒരു പ്രതീക്ഷ. ജീവനായി മാറുകയാണ് അപ്പോൾ ആലിൻ. ഇപ്പോൾ ഈ ആംബുലൻസിന് വേണ്ടി വഴിയൊരുക്കുന്ന കാഴ്ചകൾ നമുക്ക് വരും മണിക്കൂറുകളിൽ കാണാൻ കഴിയും. നേരത്തെ തന്നെ ഇതുപോലെയുള്ള അവയവദാനവുമായി ബന്ധപ്പെട്ട് യാത്രകൾ വേണ്ടി വന്നപ്പോൾ കേരളം ഒറ്റ മനസ്സോടെ റോഡ് നാഷണൽ ഹൈവേക്ക് ഒഴിഞ്ഞു കൊടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതെ, എല്ലാവരും സഹകരിക്കണം. ആംബുലൻസിന് വേണ്ടി വഴിയൊരുക്കണം. കേരളം ഒറ്റ മനസ്സോടെ 4 പേരിലേക്ക് ജീവൻ പകരാനുള്ള ആ കുതിപ്പാണ് ആംബുലൻസ് യാത്രയാണ് നടക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ആലിൻ മാറുകയാണ്. ഒരുപാട് പേർക്ക് ഇത് ഒരു വലിയ സന്ദേശം പകർന്നുകൊണ്ടാണ് കുഞ്ഞ് ആലിൻ യാത്രയാകുന്നത്. ഒരേ സമയം വിങ്ങലും ഒപ്പം അഭിമാനവും ഉണ്ട് ആ ആലിനെ ഓർത്ത്, ഒപ്പം അവളുടെ രക്ഷിതാക്കളെയും ഓർത്ത്. മസ്തിഷ്ക മരണം സംഭവിച്ച 10 മാസം പ്രായമുള്ള ആ പിഞ്ചു കുഞ്ഞാണ് ഇന്ന് 4 പേർക്ക് പുതുജീവൻ നൽകിക്കൊണ്ട് യാത്രയാകുന്നത്. ഇപ്പോൾ കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നും കുഞ്ഞ് ആലിന്റെ അവയവങ്ങളുമായി തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തിരിച്ചിട്ടുണ്ട്. 3 മണിക്കൂറിൽ തന്നെ എങ്ങനെയാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? വളരെ ദീർഘമായ ഒരു യാത്രയാണ്. 3 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തേണ്ടതുണ്ട് എന്നാണ് വീണ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ വഴിയിലുടനീളമുള്ള ഒരുക്കങ്ങൾ? കടന്നു പോകുന്ന ആ വഴികളിൽ ഉടനീളം ആ റൂട്ട് നേരത്തെ തന്നെ ക്രമീകരിച്ചിരുന്നു. അവിടെയെല്ലാം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ എല്ലാം ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ പൂർണ്ണമായും തന്നെ, അല്ലെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ എത്തിക്കാൻ തീരുമാനിച്ചതനുസരിച്ച് തന്നെ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഉദ്യമവും പൂർണ്ണ വിജയത്തിലേക്ക്, അല്ലെങ്കിൽ പരമാവധി വേഗത്തിൽ തന്നെ അവിടെ അവയവങ്ങൾ എത്തിക്കാനും അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ആ അവയവങ്ങൾ ശസ്ത്രക്രിയയിലൂടെ വീണ്ടും പുതുജീവൻ നൽകുന്ന നിരവധി 4 ജീവനുകളുണ്ട്. അവർക്കായി വേഗത്തിൽ തന്നെ അവയവങ്ങൾ അവിടെ എത്തണം. അതിനുള്ള ഒരു ശ്രമങ്ങൾ കടന്നു പോകുന്ന റൂട്ടുകൾ നേരത്തെ തന്നെ ക്രമീകരിച്ചിരുന്നു. കോട്ടയം വഴി ആണ് ഇപ്പോൾ ക്രമീകരണങ്ങളെല്ലാം തന്നെ നടന്നിരിക്കുന്നത്. ഈ പോകുന്ന വഴികളിലെല്ലാം പോലീസ് വലിയ തോതിലുള്ള ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആംബുലൻസ് ഡ്രൈവർ ജൈനേഷ് വ്യക്തമാക്കിയത്, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു തിരക്കുള്ള ദിവസം, സാധാരണ നിലയിൽ വെള്ളിയാഴ്ച തിരക്കുള്ള സമയമാണ്, റോഡിൽ വലിയ തിരക്കുകൾ വരും. പ്രത്യേകിച്ച് രാത്രിയാകുന്ന ഏറ്റവും തിരക്കുള്ള സമയങ്ങളിൽ ഒന്നാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കടന്നു പോകുമ്പോൾ ഗതാഗതക്കുരുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും പോലീസും നാട്ടുകാരും എല്ലാം തന്നെ ഒരുമിച്ച് ഇറങ്ങുന്നതോടുകൂടി, അല്ലെങ്കിൽ അവരുടെ എല്ലാം സഹകരണങ്ങൾ ഒരുമിച്ച് ഉണ്ടാകുന്നതോടുകൂടി അത്തരം ഗതാഗത പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ ആംബുലൻസിന് വേഗത്തിൽ തന്നെ ഒരു 10-12 തിരുവനന്തപുരത്തേക്ക് സാധാരണ നിലയിൽ എത്താൻ കഴിയേണ്ടതാണ്. അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ്. അങ്ങനെ എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു ശ്രമത്തിൻ്റെ ആദ്യ വിജയമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പിന്നീടാണ് അതിവേഗത്തിൽ ശസ്ത്രക്രിയയിലേക്ക് കടക്കേണ്ടത്. അവിടെ വിദഗ്ധ ഡോക്ടർമാർ തയ്യാറാണ്. ഈ ആംബുലൻസിലും വിദഗ്ധ ഡോക്ടർമാരുണ്ട്. ഇതുവരെ കുഞ്ഞിനെ ചികിത്സിച്ച ആളുകൾ, ഒപ്പം തന്നെ ഈ ഒരു ശസ്ത്രക്രിയയിലൂടെ അവയവങ്ങൾ എടുത്ത് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ഡോക്ടർമാർ എല്ലാവരും തന്നെ അവരുടെ പ്രതിനിധികളെല്ലാം ഉണ്ട്. അങ്ങനെ ഈ അവയവങ്ങൾ ഈ 4 പേരിലേക്ക് അവർക്ക് പുതുജീവൻ നൽകിക്കൊണ്ട് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടത്തേണ്ടതുണ്ട്. ആ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നമുക്കറിയാം, മുമ്പുള്ള ശസ്ത്രക്രിയകളെല്ലാം തന്നെ പല ഘട്ടങ്ങളിലും പൂർണ്ണ വിജയമായിരുന്നു. ആ പൂർണ്ണ വിജയമാവുന്ന ശസ്ത്രക്രിയകളിലൂടെ 4 പേർക്കും അവരുടെ കുടുംബത്തിനുമെല്ലാം തന്നെ ആ കുഞ്ഞ്
ഒരു വെളിച്ചമാകും. എന്നും അവരിലൂടെ ആ 4 പേരിലൂടെ കുഞ്ഞിൻ്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കും. ആർക്കുമില്ലാതെ ഓർമ്മകൾ മാത്രമായി പോകുന്നതല്ല കുഞ്ഞ്, മറിച്ച് 4 ജീവനുകൾ തുടിക്കുന്ന എന്നതായി തന്നെയാണ് ആ കുഞ്ഞ് ജ്വലിച്ച് നിൽക്കുക. ഓർമ്മകളിൽ എന്നും ജ്വലിച്ച് നിൽക്കുക എന്നത് തന്നെയാണ് ഈ ഒരു അവയവ ദാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തി എന്ന് പറയുകയും ചെയ്യുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു സാഹചര്യം നേരത്തെയും അമൃത ആശുപത്രിയിലാണെങ്കിലും ലിസി ആശുപത്രിയിലാണെങ്കിലും എല്ലാം തന്നെ കൊച്ചിയിലെ വിവിധ ആശുപത്രികളിൽ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ട്. മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളാണെങ്കിലും മറ്റ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണെങ്കിലും എല്ലാം തന്നെ അത്തരം ശ്രമങ്ങളും ഉദ്യമങ്ങളും എല്ലാം പൂർണ്ണമായും വിജയകരമായിരുന്നു. പലപ്പോഴും നടത്തിയിരുന്നത് അതേ സമാനമായ ഒരു സാഹചര്യം തന്നെ ആയിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും ഈ ഒരു ഘട്ടത്തിൽ കഴിയുകയും ചെയ്യുന്നു. ഈ ആംബുലൻസ് കടന്നു പോകുന്ന വഴികളിലെല്ലാം അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ആണ് ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം വരെ ഡോക്ടർമാർ ശ്രമിച്ചിരുന്നത് 6-ാം തീയതിയും അതിനുശേഷവും എല്ലാം തന്നെ ഡോക്ടർമാരുടെ പരമാവധി ശ്രമം എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ജീവൻ എങ്ങനെ രക്ഷിച്ച് എടുക്കാൻ കഴിയും, ആ കുഞ്ഞു ജീവൻ തിരികെ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും, അതിനെ ഒരു ജീവിതത്തിലേക്ക് എങ്ങനെ അതിനുവേണ്ടി തയ്യാറായി കഴിഞ്ഞു എന്ന് തന്നെ മനസ്സിലാക്കാം. നമുക്ക് തലസ്ഥാനത്തേക്കൊന്ന് പോകണം. അവിടെ വീണയുണ്ട്. വീണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 മണിക്കൂർ, അത് ജീവന്റെ വിലയുള്ള മണിക്കൂറുകളാണ്, നിർണായകമാണ് ആ 3 മണിക്കൂർ. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഒരുപാട് തിരക്കുള്ള ദിവസമാണ്. അതെന്ത് തന്നെ ആയാലും കേരളം ഒറ്റക്കെട്ടോടുകൂടി കുഞ്ഞാളിന്റെ അവയവങ്ങൾ കൃത്യസ്ഥലത്ത് തന്നെ എത്തിക്കും. അവിടെ സ്വീകർത്താക്കളുടെ ആരോഗ്യനില, അതിനെപ്പറ്റി എന്തെങ്കിലും സൂചന ലഭ്യമായി തുടങ്ങിയോ? അതിലൊരു സ്വീകർത്താവ് പിഞ്ചു കുഞ്ഞാണ്. മറ്റു വിവരങ്ങൾ വീണ. അശ്വതി, കേരളം സാക്ഷ്യം വഹിക്കുന്നത് മഹത്തായ ഒരു കർമ്മത്തിനായിട്ടാണ്. മലയാളികളൊപ്പം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതാണ് നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളത്. അത് ഇക്കാര്യത്തിലും ഇന്നും ആലിന്റെ ഈ ഒരു അവയവദാനം എന്നുള്ള മഹാകർമ്മത്തിലും ആ കുടുംബം ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു ആ ഒരു മഹത്തായിട്ടുള്ള ദാനത്തിലടക്കം ഈ ഒരു മലയാളികൾ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രവൃത്തി ദിനമായിരുന്നു. പ്രവൃത്തി ദിനത്തിലെ ഏറ്റവും അവസാന ദിവസമാണ് ഈ ഒരു സന്ധ്യാസമയം. നല്ല തിരക്കുള്ള നേരം കൂടിയാണ്. പക്ഷേ ദൃശ്യമാധ്യമങ്ങളിലൂടെ, വാർത്താ മാധ്യമങ്ങളിലൂടെ ഇതിനോടകം തന്നെ മലയാളികൾ ഈ വാർത്തകൾ അറിഞ്ഞു. സോഷ്യൽ മീഡിയയിലടക്കം ഈ ആലിന്റെ അവയവദാനവുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശങ്ങൾ പ്രചരിക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ പോലീസ് ഒരുക്കിയിട്ടുള്ള ഈ ഒരു ഗതാഗത ക്രമീകരണങ്ങൾ പൊതുജനങ്ങൾ പാലിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വീകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം കിംസിലാണ് ഏറ്റവും പ്രായം കുറഞ്ഞ 6 മാസം മാത്രം പ്രായമുള്ള. വീണ, അപ്പോൾ ആലിന്റെ ഹൃദയവാൽവ് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും കരൾ തിരുവനന്തപുരം കിംസിലേക്കും കിഡ്നി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുമാണ് എത്തിക്കുന്നത്. കുട്ടിയുടെ കണ്ണുകൾ അമൃത ആശുപത്രിയുടെ നേത്ര ബാങ്കിനാണ് കൈമാറിയിരിക്കുന്നത്.